ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസും കഴിഞ്ഞു, അതിൻ്റെ ആരവങ്ങളും ആവേശങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പരിഭവങ്ങളും പരാതികളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത് നിർത്താമെന്ന് നമ്മൾ വിചാരിച്ചാലും ഈ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് 7 കുറിച്ചുള്ള ടോപ്പിക് ഇനി ഇടണ്ട എന്ന് വിചാരിച്ചാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസണെ കുറിച്ച് ഇടാൻ തുടങ്ങിയ സ്ഥിതിക്ക് അത് അവസാനിക്കണ വരെ എന്തായാലും ഇടാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അനിമോളുടെ ചേച്ചി 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. അനീഷിനെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്ന് എനിക്ക് കുറച്ചുകൂടെ അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അനിമോളുടെ ചേച്ചിയോട് ഒരു മീഡിയക്കാരൻ ചോദിച്ചു അനീഷിനെ പറ്റി. അനീഷ് ചോദിച്ചത് എന്താണെന്ന് അറിഞ്ഞൂടാ. അനീഷിൻ്റെ ചേച്ചിയുടെ അഭിപ്രായമാണ് നമ്മൾ ഇതിൽ കേട്ടത്, സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടത്. അപ്പോൾ അനിമോളുടെ ചേച്ചി പറയുണ്ടായിരുന്നു, അനിമോൾക്ക് ലാസ്റ്റ് വീക്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അനിമോളെ ഒന്ന് തിരിഞ്ഞു പോലും അനീഷ് നോക്കിയില്ല. അതുകൊണ്ട് അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയില്ല, റിയൽ ആണോ എന്ന് എനിക്കറിയില്ല. അനിമോൾ വന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് എന്നിട്ട് അഭിപ്രായം പറയാൻ പറ്റൂ എന്നൊക്കെ അനിമോളുടെ ചേച്ചി പറയണ കേട്ടു. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ അത് പിന്നെ വരാം. അപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ പറയാം. ഈ ലാസ്റ്റ് വീക്കിന് മുമ്പത്തെ വീക്കിൽ ഭയങ്കര പ്രശ്നം നടന്നൊരു വീക്കായിരുന്നു ബിഗ് ബോസിൽ. അതായത് അനിമോള്, ആദില, നൂറ എല്ലാവരും കൂടെ അറിയാലോ എന്താണ് ഭക്ഷണ കാര്യത്തിൽ കിച്ചണിൽ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര പ്രശ്നമായി. ആരും മിണ്ടാതെ നടന്നു, ഒരാളും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനിമോൾക്ക് ആശ്വാസം തുണയും എല്ലാം, അതായത് അനിമോൾക്കൊരു സപ്പോർട്ടായിട്ട് അവിടെ നിന്നത് എല്ലാ ദിവസവും അനീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും മിണ്ടാതിരുന്നിട്ടും അനീഷ് മാത്രമായിരുന്നു എല്ലാ കാര്യത്തിനും. ഭക്ഷണം കഴിക്കാൻ അവൾ രാത്രി ഒന്നും കഴിച്ചില്ല, എന്നിട്ട് ചപ്പാത്തി എടുത്ത് വെക്കുക, എന്നിട്ട് അനിമോളെ കഴിക്കുക പറയുക, അതുപോലെ ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യത്തിനും അനിമോളുടെ പിന്നാലെ അനിമോൾക്കൊരു ഒറ്റപ്പെടൽ വേണ്ട പറഞ്ഞിട്ട് അനിമോളുടെ ഒപ്പം നടന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആദിലി നൂറയായിട്ട് സംസാരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിനും അനീഷ് ഇടപെട്ടിട്ട് അത്രത്തോളം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അനിമോൾക്ക്. അനിമോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു, കരയായിരുന്നു. പിന്നെ അനിമോൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതെല്ലാം കേൾക്കാനായിട്ട് ഒരാളായിട്ട് അനീഷ് പോയി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രത്തോളം അനീഷ് താങ്ങും തണലുമായിട്ട് തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നൂറ ഒരു മീറ്റിംഗ്, നൂറ ക്യാപ്റ്റനായ സമയത്ത് നൂറ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് വെച്ച സമയത്ത് അനീഷ് മാത്രമാണ് അനിമോൾക്കെതിരെ സംസാരിച്ച് അനിമോൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് നൂറയോട് ചോദിച്ചത്. അപ്പോഴാണ് നൂറ ഫയറായിട്ട് അനീഷിനെ ഒരുപാട് പ്രൊവോക്ക് ചെയ്ത് മോശം വാക്കുകളൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിച്ചത്. അപ്പോഴും അനീഷ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇവരുടെ ചേച്ചി, ഇവരുടെ അമ്മ, ഇവരുടെ അച്ഛൻ എല്ലാവരും കൂടെ ഒരു ഇൻ്റർവ്യൂ വീട്ടിൽ പോയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ബിഗ് ബോസിൽ നടക്കുന്നത്. എന്നിട്ടും ഞാൻ പറയണം, അവിടുന്ന് ഞാൻ വിചാരിച്ചു ഒരാളെങ്കിലും അനീഷിനെ പറ്റി പറയുമായിരിക്കുന്നു. കാരണം അനിമോൾക്ക് ഇത്രയും നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിയോ ആരെങ്കിലും ഒരാൾ ഭയങ്കര പ്രശ്നം നടക്കുമ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ആദ്യം അവരുടെ പേരായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. ഒരാൾ പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കേട്ടില്ല. ഇത്രയും നന്ദി കെട്ട കുടുംബമാണോ എന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് തോന്നി ഇത് അനിമോളുടെ കുഴപ്പമില്ല, ഇത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളത്. എന്നിട്ടാണ് അനിമോളുടെ ചേച്ചി പറയുന്നത് ഒരു സപ്പോർട്ടിനും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഇത്രയും ആഴ്ച ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർ ഒരു നന്ദി വാക്ക് അനീഷ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോഴും പറഞ്ഞിരിക്കുന്നത് വേറെ പലരുടെയും പേരാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇവരെയാണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടം എന്ന് പറയണ്ട, അനീഷിനെ ഇഷ്ടപ്പെടാൻ കോടി ജനങ്ങളുണ്ട്. ഇവരിഷ്ടപ്പെട്ടിട്ട് ഇവരുടെ ഭാഗയിൽ നിന്ന് കിട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റി, അതായത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാ ഞാൻ പറയണത്. ആ മനുഷ്യത്വം ഇവരുടെ അമ്മയുടെ വായിന്ന് പോലും വന്നില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക്. കാരണം ആ കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അടക്കം ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് കഴിക്കുക, പറഞ്ഞ് എടുത്ത് വെക്കുക, കൊടുക്കുക, അത്രയും ഒരു നല്ലൊരു സപ്പോർട്ടായി നിന്നിട്ട് ഒരു വാക്ക് അവർ അനീഷിനെ പറ്റി പറഞ്ഞില്ല. എന്നിട്ടാണ് ചേച്ചി പറയുന്നത് ലാസ്റ്റ് വീക്കിൽ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല എന്ന്. ലാസ്റ്റ് വീക്കിൽ ഇപ്പോൾ അനീഷ് സപ്പോർട്ട് ചെയ്യാൻ പോയി എന്ന് വെച്ചാൽ തന്നെ ഇവരെന്തെല്ലാം ആരോപണമായിട്ടാണ് മുന്നിൽ വരിക.
അന്ന് ഇത്രയും ചെയ്തിട്ട് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ല അനീഷിനെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ സഹായിക്കാൻ പോയാൽ തന്നെ ഇവർ എന്ത് ചെയ്യും? അപ്പോഴും എന്താ പറയുക? ഒന്നും പറയില്ല. വേറെ വല്ല കാര്യങ്ങളെ പറയുള്ളൂ. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണെന്നേ പറയുള്ളൂ. അല്ലാതെ അനീഷിൻ്റെ സ്നേഹം കൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് വന്നതെന്ന് ഇവർ പറയും തോന്നുന്നുണ്ടോ? അനിമോളുടെ അമ്മയും അച്ഛനും ചേച്ചി തന്നെയല്ലേ, ഇതിന് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കണോ? അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ആൾക്കാർ ചിലവരത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാരണം ഇതിനു മുമ്പ് അവരുടെ വീട്ടിൽ ഇൻ്റർവ്യൂ നടത്താൻ പോയവരെല്ലാം ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരെ വെച്ച് ചോദിക്കുന്നുണ്ട്. അനീഷിൻ്റെ കാര്യം മാത്രം മിണ്ടില്ല. ആ സമയത്ത് അവിടെ ഈ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആതിര, നൂറ ഇവരെല്ലാവരും കൂടെ അനിമോളെ എടുത്ത് വലിച്ച് കീറുന്ന സമയത്ത് അനീഷ് മാത്രം ഒറ്റയ്ക്ക് നിന്ന് അനീഷിനെ അവരെല്ലാവരും കൂടെ അനിമോൾ എന്നിട്ട് റൂമിൽ പോയി. അതിന് ശേഷം അനീഷിനെ എല്ലാവരും കൂടെ വലിച്ചു കീറുണ്ടായിരുന്നു. എന്താ അനിമോളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ആരാണ്, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ എപ്പിസോഡിൽ മുഴുവൻ കാണിച്ചിട്ടില്ല, എങ്കിലും ലൈവിലാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. ലൈവ് കണ്ടവർക്ക് ഇതെല്ലാം അറിയാം. ഇവരെല്ലാം കാണുന്നവരുമാണ്. എന്നിട്ട് ഒരു നന്ദി വാക്ക് പറയാത്ത ആ ഒരു സഹോദരി, നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇനി ലാസ്റ്റ് വീക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അയ്യോ അനീഷ് നല്ലവനാണെന്ന് പറയൂ? നിങ്ങളുടെ വായെന്ന് ഒരു വാക്ക് വരുമോ? നിങ്ങളുടെ അനിയത്തി അല്ലാതെ വേറെ ആരെങ്കിലും ആ ബിഗ് ബോസിൽ നല്ലവരായിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങളുടെ അനിയത്തി മാത്രമല്ലേ ചെയ്യണതെല്ലാം കറക്റ്റ്, ബാക്കിയുള്ളവരെല്ലാം റോങ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി അധികം സംസാരിക്കേണ്ട. ഈ കപ്പ് കിട്ടിയത് തന്നെ മറ്റുള്ളവരുടെ എന്താ പറയുക ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. അതായത് നിങ്ങളുടെ അനിയത്തി ചെയ്ത മഹാപുണ്യം കൊണ്ട് കിട്ടിയതൊന്നുമല്ല. അനിയത്തി അവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അത് സ്വന്തം പല്ല് തോണ്ടി നാറ്റിക്കരുത് പറയില്ല, അതുപോലെ അത് ചെയ്യാതെ നിങ്ങൾ ആ കപ്പും കൊണ്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോയിരിക്കും. അതാണ് നല്ലത്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നാറാൻ പോണത് നിങ്ങൾ തന്നെയാണ്. ഓരോരുത്തരും ഓരോന്ന് കുത്തിപ്പൊക്കി വരും. അതുകൊണ്ട് മിണ്ടാതെ ഒരു ഭാഗത്ത് പോയിരിക്കേ വേണ്ടൂ. എന്തായാലും എല്ലാ ഹൃദയങ്ങളുടെ ജനമനസ്സുകളുടെ, അതായത് ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ ഹൃദയത്തിലും ഒരേ ഒരു വിന്നറേ ഉള്ളൂ, അത് അനീഷാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം അവിടേക്ക് പോയത്. 100 ദിവസം അവിടെ നിന്നു, ഔട്ടും ആയിട്ടില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കാതെ നിങ്ങൾ ആ കപ്പും കൊണ്ട് വീട്ടിൽ പോയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചേച്ചിയോടും കുടുംബത്തോടും എനിക്ക് അതേ പറയാനുള്ളൂ. ഇനി അനീഷിൻ്റെ കാര്യമോ മറ്റുള്ളവരുടെ കാര്യമായിട്ട് ഒന്നും പറയാതിരിക്കുക.